channel English Grammar Teaching and Learning. Today we study what is a preposition. Preposition എന്താണ് preposition? A preposition is a word which is or that link a noun or pronoun or phrase to other words in a sentence. ഒരു സെൻറ്റൻസിലെ നൗണിനെയും നാമത്തെയും സർവനാമത്തെയും അല്ലെങ്കിൽ ശൈലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റ് പദങ്ങളുമായി ആ സെൻറ്റൻസിലെ മറ്റ് പദങ്ങളുമായി ബന്ധിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രിപ്പോസിഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് ദാറ്റ് ലിങ്ക് എ നൗൺ, പ്രോനൗൺ ഓർ ഫ്രേസ് ടു അതർ വേർഡ്സ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലെ മറ്റ് വാക്കുകളും നൗണും പ്രോനൗണും അതുപോലെ തന്നെ ഫ്രേസും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഷോയിങ് ദി റിലേഷൻഷിപ്പ് ഇൻ ടേംസ് ഓഫ് ലൊക്കേഷൻ, ഡയറക്ഷൻ, ടൈം എക്സെട്ര. അപ്പോൾ അവിടെ ഒരു റിലേഷൻ ഏതൊക്കെയായിട്ടുള്ള റിലേഷൻ ഉണ്ട്? ഷോയിങ് റിലേഷൻഷിപ്പ് ഇൻ ടേംസ് ഓഫ് ലൊക്കേഷൻ, ഡയറക്ഷൻ, ടൈം എക്സെട്ര. ടൈം, ലൊക്കേഷൻ, ഡയറക്ഷൻ ഇവയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് എ പ്രിപ്പോസിഷൻ? എ പ്രിപ്പോസിഷൻ ഈസ് എ word that link a noun or pronoun or phrase to other words in a sentence, showing the relationship in terms of direction, location and time. അങ്ങനെ കുറേ ഉദാഹരണം നോക്കിയാൽ നമുക്ക് വേറെ ഇവിടെ put it in the box, ഇതൊന്ന് ബോക്സിൽ ഇടുക. അപ്പം ഈ put it in എന്ന് പറയുന്നത് അവിടെ ഒരു പ്രിപ്പോസിഷൻ ആണ്. The monkey climbed up എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ്. Then the horse galloped around the field. Around എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ്. അപ്പോൾ ഇതിപ്പം റിലേഷൻഷിപ്പിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തെങ്കിൽ വൺ വേർഡ് പ്രിപ്പോസിഷൻ, ടു വേർഡ് പ്രിപ്പോസിഷൻ, മൾട്ടി വേർഡ് പ്രിപ്പോസിഷൻ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സിമ്പിൾ പ്രിപ്പോസിഷൻ, കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ, ഫ്രേസ് പ്രിപ്പോസിഷൻ. അത് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വ്യക്തമായിട്ട് വേറെ പഠിക്കും. ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. ലൊക്കേഷൻ, ടൈം എന്ന് പറയുമ്പോൾ അവിടെ ഡയറക്ഷൻ. ഉദാഹരണത്തിന് ഐ ഗോ ടു സ്കൂൾ, ഞാൻ എവിടേക്കാണ് പോകുന്നത്? ഐ ഗോ ടു സ്കൂൾ. ടു എന്ന് പറയുന്നത് ഡയറക്ഷൻ കാണിക്കുകയാണ്. ആൻ ഓൾഡ് മാൻ വാക്ട് ടുവേഴ്സ് ദി സ്ട്രീറ്റ്, സ്ട്രീറ്റിലേക്ക് നടക്കുന്നു. ദി ട്രെയിൻ ഈസ് റണ്ണിങ് ത്രൂ ദി ടണൽ. അപ്പം ഇൻ ടു, ടു, ഇൻ ടു, ടുവേഴ്സ് ഇതൊക്കെ ഡയറക്ഷനെ കാണിക്കുകയാണ്. എങ്കിൽ ഇൻ, ഓൺ, അണ്ടർ, ബിലോ, ബിസൈഡ്, ബിറ്റ്വീൻ ഇതൊക്കെ ലൊക്കേഷൻ കാണിക്കുന്നു. നൗ ഐ ആം ഇൻ ദി ക്ലാസ്, ദി ബുക്സ് ആർ ഓൺ ദി ടേബിൾ. അങ്ങനെ നമ്മൾ സൂചിപ്പിക്കുന്നതിനാണ് ഏത് ലൊക്കേഷൻ. ഡയറക്ഷൻ, ടൈം ഇതേ രീതിയിൽ. ഇനി ഇന്നു ഊണും എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ഒരു ടൈമിനെ സൂചിപ്പിക്കുന്നു, ലൊക്കേഷനെ സൂചിപ്പിക്കുന്നു. ഇൻ ഇപ്പം ഐ വിൽ റീച്ച് ദി മീറ്റിംഗ് ഓൺ ടൈം. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത്, ഓർ ബിഫോർ ദി എക്സാക്ട് ടൈം. അതാണ് ടൈമിനെ സൂചിപ്പിക്കുമ്പോൾ ഓണിൻ്റെ ഒരു പ്രത്യേകത, എക്സാക്ട് ടൈം. ഇവിടെ ഇന്നാണ് ഐ വിൽ റീച്ച് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ബിഫോർ ദി എക്സാക്ട് ടൈം. 10 മണിക്ക് ആ മീറ്റിങ്ങിൽ 10 മണിക്ക് തന്നെ എത്തും, അതാണ് ഓൺ ടൈം. ഇന്നോ 10 മണിക്ക് മുമ്പ് എപ്പോൾ വേണമെങ്കിലും എത്താം. ഇതേ രീതിയിൽ ആ ഒരു ഡിഫറൻസ് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ, I hope that you understood today's class, what is preposition and examples. So please share, subscribe and support me. Thank you.